ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയിൽ നശിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ക്ഷേത്ര ഓഡിറ്റോറിയവും അനുബന്ധ സാധന സാമഗ്രികളും. ക്ഷേത്രം പരിപാടികൾക്ക് പുറമെ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടി ഓഡിറ്റോറിയം നിർമ്മിച്ചത് 20 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം തൃപ്പാപ്പൂർ മേജർ മഹാദേവ ക്ഷേത്രത്തിലാണ് ദേവസ്വം ബോർഡിന്റെ ഈ അനാസ്ഥ. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വീണ നൽകും. വീണ, ഈ ക്ഷേത്ര ഓഡിറ്റോറിയം മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയ വാർത്തകൾ നമ്മൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയതാണ്. ഇപ്പോൾ ഈ തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? വളരെ ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിലവിലെ ഓഡിറ്റോറിയത്തിൻ്റെ അവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ്. ഭക്തർക്കടക്കം ഈ ഒരു വിഷയത്തിൽ വലിയ ദുഃഖമുണ്ട്, നിരാശയുണ്ട്. നിരവധി തവണ ഇക്കാര്യത്തിൽ പരാതി നൽകി, എന്നാൽ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഭക്തരടക്കം പറയുന്നത്. നമ്മൾ തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരിന് സമീപത്തെ തൃപ്പാപ്പൂർ മേജർ മഹാദേവ ക്ഷേത്രമാണിത്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. അവിടുത്തെ ഒരു ക്ഷേത്രം കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേർ വരാറുണ്ട്. ഈ ശിവരാത്രി മഹോത്സവത്തിൽ ദർശനം നടത്തുന്ന ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണിത്. മാത്രമല്ല 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ നിർമ്മിച്ചതാണ് ഈ ഒരു ഓഡിറ്റോറിയം. അതുമാത്രമല്ല, ഈ ഉത്സവ ആഘോഷങ്ങൾ മാത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടല്ല, ഭക്തരുടെയും നാട്ടുകാരുടെയും ഒക്കെ വിവാഹം പോലുള്ള ചടങ്ങുകൾ നടത്തുന്നതിനുള്ള സൗകര്യമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ലക്ഷങ്ങൾ മുടക്കി ഇത്തരത്തിലുള്ളൊരു ഓഡിറ്റോറിയം പണിത്. എന്നാൽ ആ ഓഡിറ്റോറിയത്തിൽ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ദേവസ്വത്തിൻ്റെ അനാസ്ഥ കൊണ്ടും ഒപ്പം തന്നെ ഉപദേശക സമിതിയുടെ ഭാഗത്തുനിന്നും വലിയൊരു വീഴ്ച സംഭവിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് സാധനങ്ങളടക്കം തുരുമ്പ് കയറി നശിക്കുന്നത്. അത് സദ്യക്കടക്കം തയ്യാറാക്കേണ്ട പാത്രങ്ങളടക്കം, ചെമ്പ് ഇരുമ്പ് പാത്രങ്ങളടക്കം അതിലുണ്ട്. ആ പാത്രങ്ങളടക്കം തുരുമ്പ് കയറി നശിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ അതിലേറ്റവും എടുത്തു പറയേണ്ടത് 200-ഓളം വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്. വളരെ പ്രാചീന കാലത്തുള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം. എന്നാൽ ക്ഷേത്രത്തെ നവീകരിക്കുന്നതിന് മാത്രമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ മറ്റു കാര്യങ്ങൾ സംരക്ഷിച്ച് അത് നിലനിർത്തി ഭക്തർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഗുണപ്രദമാകുന്ന തരത്തിലുള്ള യാതൊരു നടപടിയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ ഒരു ക്ഷേത്രത്തിലടക്കം ആദ്യകാലത്ത് സ്ഥാപിച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങളെ ഇളക്കി മാറ്റി പുതിയത് പുനഃസ്ഥാപിച്ചപ്പോൾ പഴയ ശില്പങ്ങളെ ഈ ഓഡിറ്റോറിയത്തിലാണ് അലക്ഷ്യമായിട്ട് ഉപേക്ഷിച്ചിരിക്കുന്നത്. സാധാരണ വളരെ പവിത്രമായി കാണുന്നതാണ് ഇത്. കടലിൽ നിമജ്ജനം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമുക്ക് അന്ത്യകർമ്മങ്ങൾ, മനുഷ്യർക്ക് എങ്ങനെയാണോ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത് അത്തരത്തിലുള്ള അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് വളരെ പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഈ ഒരു ദ്വാരപാലക ശില്പങ്ങളൊക്കെ മാറ്റി സ്ഥാപിക്കുമ്പോൾ പോലും. എന്നാൽ പഴയ ദ്വാരപാലക ശില്പങ്ങളെ വളരെ അലക്ഷ്യമായിട്ട് ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഇത്തരത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നത്. നിരവധി തവണ നാട്ടുകാരടക്കം ഈ ഒരു ഓഡിറ്റോറിയത്തിനെ സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നിലവിൽ ഓഡിറ്റോറിയം വളരെ ശോചനീയ അവസ്ഥയിലാണ്, മോശം നിലയിലാണ്. എപ്പോൾ വേണമെങ്കിലും പല ഭാഗത്തു നിന്നും കോൺക്രീറ്റ് നിലംപൊത്തി അടർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സംരക്ഷിക്കണമെന്ന് പലതവണ ആവർത്തിക്കുമ്പോഴും നടപടി സ്വീകരിക്കുന്നതില്ല. ഇക്കഴിഞ്ഞ മീനഭരണി ഉത്സവത്തിലാണ് അവസാനമായി ഓഡിറ്റോറിയം തുറന്ന് പ്രവർത്തിപ്പിച്ചത്. അത് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് അന്നദാനം പോലുള്ള ആവശ്യങ്ങൾക്കും ഒപ്പം തന്നെ മറ്റ് ഇവിടെ എത്തുന്ന ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് പരിപാടികളൊക്കെ ചെയ്യാനെത്തുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഡിറ്റോറിയം ഉപയോഗപ്പെടുത്തിയിരുന്നത്. കൃത്യമായി ഒരു ഓഡിറ്റോറിയം പരിപാലിച്ചു പോയി കഴിഞ്ഞാൽ, കുറച്ച് ഗ്രാമപ്രദേശമാണ്, അതുപോലെ തന്നെ അമ്പലമാണ്. അപ്പോൾ നിരവധി ഭക്തർക്ക് ആഗ്രഹമുണ്ട് ഭഗവാന്റെ തിരുനടയിൽ വെച്ച് വിവാഹം നടത്തണമെന്നുള്ള. ഇത്തരത്തിലുള്ള പല ആവശ്യങ്ങൾ പലതവണ പൊതു കമ്മിറ്റിയിലും ഒപ്പം തന്നെ ഉപദേശക സമിതി അംഗങ്ങളോടും ഒക്കെ പറയുമ്പോൾ കൃത്യമായിട്ടൊരു മറുപടി പറയുന്നില്ല. ഇത്തരം നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഭക്തരുടെ തീരുമാനം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഒരു കാട് കയറി നശിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല തുരുമ്പ് കയറി നിരവധി സാധനങ്ങൾ നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സംരക്ഷിക്കണമെന്ന ആവശ്യം പലതവണ പറയുമ്പോഴും ദേവസ്വം ബോർഡ് പറയുന്നത് ഈ ഒരു ഓഡിറ്റോറിയം സംരക്ഷിക്കണമെങ്കിൽ ഒരു ജീവനക്കാരനെ നിയമിക്കണം എന്നുള്ളതാണ്. ജീവനക്കാരന് ശമ്പളം നൽകുന്നതിനടക്കമുള്ള മുട്ടാന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഓഡിറ്റോറിയത്തെ ഇങ്ങനെ അനാസ്ഥയുടെ വക്കിലേക്ക്, നാശത്തിൻ്റെ വക്കിലേക്ക് ദേവസ്വം ബോർഡ് തന്നെ ഇങ്ങനെ കൈയൊഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഓഡിറ്റോറിയം നഗരം കൂടിയാണ് കഴക്കൂട്ടം. ആ കഴക്കൂട്ടത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അമ്പലം കൂടിയാണ്. ഇത്തരത്തിൽ ഭക്തർക്ക് ഈ ഒരു ദേവസ്വം ബോർഡിൻ്റെ നിലപാടിൽ കടുത്ത അമർഷം കൂടിയുണ്ട്. എത്രയും വേഗം ഇത് ശരിയാക്കി നൽകണമെന്നും അല്ലെങ്കിൽ ഇത് പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഇത് ഇടിച്ചു നിരത്തണമെന്നുള്ള ആവശ്യം കൂടിയാണ് ഭക്തർ മുന്നോട്ട് വയ്ക്കുന്നത്. തിരുവനന്തപുരം തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് വീണ പങ്കുവച്ചത്.